പാലപ്പം അല്ലടി, വെള്ളയപ്പം. എപ്പോഴും മറന്നു പോകും നമ്മളില്ലേ. എന്നാന്ന് വെച്ചാൽ വെള്ളയപ്പം ഒന്നും വായിൽ വരൂല എപ്പോഴും. ഈ പാലപ്പം കൂടുതൽ ഉണ്ടാക്കണോണ്ടത്. എന്തേ വൈകുന്നേരം എത്തിയതിന് ശേഷമുള്ള ഡിന്നർ പ്രിപ്പറേഷൻ ആണ് ഇവിടെ നടക്കണത്. ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടു. വെള്ളത്തിലിട്ടതല്ല, ഒരു കാലത്തെ 7 മണിക്ക് ഇട്ടതാണ്. ഇപ്പം 5:15 അത്രയും സമയം ഉണക്ക ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തി. ഇച്ചിരൂടെ കുതിർന്നാലും നല്ല. ഇനി നോക്കിയിരുന്ന സമയമില്ല, അതുകൊണ്ടാണ്. അത്യാവശ്യം കുതിർന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വേവിച്ചാൽ മതി. അതിൻ്റെ കൂടെ ഒരു പൊട്ടറ്റോ ഇച്ചിരി കട്ടിയിൽ അരിഞ്ഞിട്ടേക്കാം, കാരണം കലങ്ങി ചേരും എന്തായാലും. പിന്നെ ഒരു സവോളയും ഇച്ചിരി ക്യാരറ്റും ചേർക്കാനുണ്ട്. അത് കുറച്ചുകൂടെ ഒരു 4-5 വിസിലടിച്ച് കഴിയുമ്പോൾ ചേർത്താൽ മതി. ഇപ്പം ചേർക്കണ്ട, എപ്പോഴേ ചേർക്കണ്ട. അപ്പോൾ ഇത് അടച്ചു വെച്ച് നമുക്ക് ആദ്യം ഒരു 5 വിസിലങ്ങി അടുപ്പിക്കാം. അതിന് ശേഷം സവോളയും ക്യാരറ്റും ചേർത്ത് വീണ്ടും വേവിക്കാൻ വെക്കുക. അപ്പം ഞാനിതിവിടെ ഗ്യാസ് ഓൺ ചെയ്യുക കേട്ടോ. ഓൺ ചെയ്ത് വെക്കാനായിട്ട് ഉപ്പിട്ടിട്ടില്ല. പകുതി വേവാകുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം മുട്ട പാകമായിട്ടുണ്ട്. ഓഫ് ചെയ്തിടുക. ഓഫ് ചെയ്യുവാണേ. ഓഫ് ചെയ്തോ. ഇത് ക്യാരറ്റും സവോള ഞാൻ പറഞ്ഞില്ലേ ചേർക്കുന്ന ടൈമിൽ കാണിക്കാം. മുട്ട അങ്ങ് മാറ്റി വെച്ചേക്കാം. ഇവിടെ നിന്ന് ചെറിയ പാത്രങ്ങൾ വെക്കുമ്പോൾ വെക്കണം തട്ടാറ് ഗ്യാസ്, അല്ലെങ്കിൽ പിന്നെ അത് മറിഞ്ഞു പോകും. മാറ്റി വെച്ചേക്കാം. അവിടെ കൊണ്ട് തണുക്കാൻ അനുവദിക്കാം അല്ലേ. നമ്മുടെ ഗ്രീൻ പീസ് ഇതേ പകുതി വേവായിട്ടുള്ളൂ. പൊട്ടറ്റോ വെളുത്ത് കിടക്കണം കേട്ടോ. അതിലേക്ക് ഇതേ ഒരു ക്യാരറ്റിൻ്റെ പകുതി, 2-3 പച്ചമുളക് പിളർന്നത്, ഒരു സവോള. ഇതൊക്കെ കട്ടിയിലാട്ടോ അരിഞ്ഞേക്കണേ. സവോള അതേ കൂടാതെ ഇഞ്ചിയുടെ കുഞ്ഞു പീസുണ്ട്. ഇതിലേക്ക് അടിയിൽ അരിഞ്ഞിട്ടുണ്ട്. ഒരു 2 ദളം വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. ഇഞ്ചി കണ്ടോ. വെളുത്തുള്ളി ഉണ്ട് 2 ദളയിൽ കൂടെ. അതും ഈ ടൊമാറ്റോ ഈ കൂടെ ഉണ്ട്. ടൊമാറ്റോ വഴറ്റാനെടുക്കാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ വെന്ത് കലങ്ങി അടിഞ്ഞു പോകുന്നത്. അപ്പം ഇതും കൂടെ ചേർത്തേച്ച് നമുക്കൊരു 4 വിസിലും കൂടെ അടുപ്പിക്കാം. അന്നേരത്തേക്ക് ഇത് ശരിക്കും വെന്തിരിക്കും. പിന്നെ നമുക്ക് സവോളയൊക്കെ വഴറ്റി മസാലകളൊക്കെ ചേർത്ത് മുട്ടയൊക്കെ മിക്സ് ചെയ്ത് കാണിക്കാം. അപ്പം ഇത് വേവാനായിട്ട് ഇരിക്കട്ടെ. അപ്പം ഇത് ആവി വന്നു കഴിയുമ്പോൾ ഞാൻ വെയിറ്റ് ഇടും കേട്ടോ. അപ്പം നമുക്ക് ഗ്രീൻ പീസ് ആദ്യം 3 വിസിൽ അടിച്ചു കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് ക്യാരറ്റ്, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്തായിരുന്നു കേട്ടോ. അത് ചേർത്ത് വെച്ച് 5 വിസിലടിപ്പിച്ചു. അതെന്താ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഇതുപോലെ കുഴഞ്ഞിരിക്കുന്നത്. ഇടി അവിടെ വെട്ടട്ടെ. കുഴഞ്ഞിരിക്കണം. ഒന്ന് മഴ പെയ്താൽ നല്ല തണുപ്പ് കിട്ടൂലേ. ക്യാരറ്റൊക്കെ നമ്മൾ ഇട്ട രീതിയിൽ മുഴുവനെ അല്ല വലുതാക്കി ഇട്ടത് കൊണ്ട് അതുപോലെയുണ്ട്. സവോളയും പൊട്ടറ്റോയും കലങ്ങി ചേർന്ന. അതെന്താ കലങ്ങി ചേർന്നാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഴുപ്പ് കിട്ടും. അപ്പം ഇനി ചെയ്യേണ്ടത് എന്നാണെന്നറിയാമോ? ഗ്യാസിൽ നിന്ന് ഇത് ഇങ്ങോട്ടേക്ക് മാറ്റുക. എന്നിട്ട് നമ്മളിതേ ഇത് ഉച്ചത്തെ ഒരു തോരൻ ഉണ്ടാക്കിയ പാത്രമാണ്. ആ പാത്രം ഞാൻ കഴുകിയില്ല, കാരണം അതിൽ കുറച്ച് എണ്ണമയം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ, നമ്മൾ വെളിച്ചെണ്ണയല്ലേ സാധാരണ യൂസ് ചെയ്യണേ, വെളിച്ചെണ്ണ ഒഴിച്ചു ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് ഈ ടൊമാറ്റോയും പിന്നെ സ്വല്പം വേപ്പിലയും കൂടെ ഉള്ളത് ഇതിലേക്ക് ഇട്ട് ഇതൊന്ന് ഹാഫ് ബോയിലാവണം. പറയാം, ചേർക്കട്ടെ. ചേർത്ത് ഒരു ഹാഫ് ബോയിലായി കഴിയുമ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സ്വല്പം ഗരം മസാല ഇത്രയും ചേർത്ത് പീനട്ടും കൂടെ പീനട്ടെന്ന ഇത്രയും ചേർത്ത് ഗ്രീൻ പീസും കൂടെ അതിലേക്കിട്ട് ഇളക്കി കറി റെഡിയാക്കി വെക്കുക. പിന്നെ വേറൊരു പണിയുണ്ട്, അത് അന്നേരം കാണിക്കുക എന്നുള്ളത്. ഇതിൽ നോൺ വെജ് ചേർക്കുന്നത് വെജ് കറി അന്നേരം ആവുള്ളൂ. ഗരം മസാല ചേർക്കണോട് ഒരു സ്വല്പം നോൺ വെജിന്റെ ടേസ്റ്റ് വരുമെങ്കിലും വെജ് എന്നേ പറയാൻ പറ്റുള്ളൂ. നോൺ വെജ് ചേർക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണിക്കാം. അപ്പം അത് കൂടാതെ ഞാൻ വേറൊരു സംഭവം കൂടെ കാണിച്ചേക്കാം. അപ്പത്തിന് നമ്മൾ ആട്ടി വെച്ചില്ലേ, ആട്ടി വെച്ചിട്ടുണ്ട്. പൊങ്ങി പൂർണ്ണമായിട്ട് ചുടണ്ട പരുവത്തിലേക്ക് പൊങ്ങിയിട്ടില്ല. കഴിക്കാറാകുമ്പോ ചുട്ട് നമുക്ക് കാണിക്കാം. അതോടുകൂടി ഇന്നത്തെ പരിപാടി ക്ലോസ് ആവും. ഈ സൺഡേ തീരും. ഡിന്നറോടുകൂടി ഇതൊരു ഹാഫ് ബോയിലായാൽ മതി. ഇത് ടൊമാറ്റോ ഇങ്ങനെ കുറച്ചൊന്ന് വാടിയാൽ മതി. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് പച്ചയായിട്ടത് കിടക്കണ കാണാനും നല്ലതാണ്. ഇതില് ക്യാപ്സിക്കം ഒക്കെ ചേർത്താൽ നല്ലതാട്ടോ. ഉണ്ടെങ്കിൽ കസ്റ്റഡിയിലുണ്ടെങ്കിൽ ചേർത്താൽ നല്ലതായി. ഇനി സവോള ചേർക്കാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിക്കാൻ നേരത്തെ സവോള, പൊട്ടറ്റോ, ക്യാരറ്റ്, പച്ചമുളക്,
ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ചേർത്തതാണ്. അതുകൊണ്ടാണ് കേട്ടോ സവോള ചേർക്കാത്തത്, പിന്നെ ചേർക്കാത്തത്. ഓവറായാൽ കൊള്ളൂല്ലോ ഏതും അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് പൊടി ചേർത്താലോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഗ്രീൻ പീസിന്. ഉപ്പ് ചേർക്കണം. ഉപ്പ് പിന്നെ നമുക്ക് അവസാനം ചേർത്താലും മതി. ഉപ്പ് ചേർക്കാതെ ഇതൊക്കെ പയറുവർഗ്ഗം വേവിച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയണത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി താമസം ഉണ്ടെന്നാണ് പറയണേ. ഞാനിപ്പോൾ അത് കാരണം വൈകി ഉപ്പ് ചേർക്കാറ്. അപ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി കുറച്ചേ ഉള്ളൂ കേട്ടോ, കുറച്ചേ ഇട്ടിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ വേണം, കാരണം ഇങ്ങനത്തെ കറിക്ക് മല്ലിപ്പൊടി വേണം. മല്ലിപ്പൊടി. ഇനി എരിവും മുളക് പൊടി. ഇത്രയും പോലെ എരിവാണ്. തേങ്ങാപ്പാൽ ചേർക്കണം, അതുകൊണ്ട് ഇച്ചിരി എരിവ് ഇരുന്നാലും കുഴപ്പമില്ല. ന്യൂട്രലൈസ് ചെയ്ത് പൊക്കോളും. കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കും, ഇച്ചിരി ഒരു കുറുമ പോലെ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഹോസ്റ്റൽ കാലത്ത് അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് സൺഡേ വീട്ടിൽ പോകാതെ നിൽക്കണ വീക്കിലൊക്കെ സൺഡേ ഉച്ചയ്ക്ക് മേടിക്കുന്ന ഫുഡാണ് പെറോട്ട വിത്ത് ഈ പീസ് കറി. ഈ പീസ് കറി എന്ന് വെച്ചാൽ എഗ്ഗ് ഇട്ടിട്ടുള്ള പീസ് കറി. നല്ല ടേസ്റ്റാണ് ഹോട്ടലുകാരൻ. അവർക്ക് എന്തൊക്കെയോ ടിപ്പുണ്ട്. നമ്മുടെ ഇപ്പം എങ്ങനെ ഇരിക്കുമെന്നറിയില്ല. ഞാൻ ഈ മുട്ട ഇട്ട് ഇതുവരെയും ചെയ്തിട്ടില്ല കേട്ടോ, ഇന്ന് ആദ്യമായിട്ട് പരീക്ഷിക്കുന്നതാണ്. എനിക്കറിയില്ല എങ്ങനെ ഇരിക്കുമെന്നൊന്നും. എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ അല്ലേ. ഏതായാലും നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കാം. അതെ, അതൊരു പൊടിക്ക് മതി. ഇത് വേണേ, ഇത് മതി. കൂടിപ്പോയാൽ വേറെ ഒരു കുത്തൽ വരും. ഇനി ഒരു 2 മിനിറ്റോടെ കഴിഞ്ഞാൽ ഈ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ പീസ് അതിലേക്ക് ചേർക്കാം. എന്നിട്ട് തേങ്ങാപ്പാലും ചേർക്കാം കേട്ടോ. തേങ്ങാപ്പാൽ 1-ാം പാലും അല്ല 2-ാം പാലും അല്ലാത്ത പരുവത്തിനാണ് സ്വല്പം ഡൈലൂട്ട് ചെയ്തെടുത്തേക്കണേ. ഒരുപാട് കട്ടിയില്ല, കാരണം ഈ കറിക്ക് കുറുകലുണ്ടോ ഓൾറെഡി. തേങ്ങാപ്പാലുണ്ടെങ്കിൽ പിന്നെ അപ്പയ്ക്ക് ഇഷ്ടപ്പെടും. കുഴപ്പമില്ല, ഇഷ്ടപ്പെടേണ്ടതാണ്. അല്ലെങ്കിലാണ് പ്രശ്നം. അല്ലെങ്കിൽ പ്രശ്നമൊന്നും തന്നെയല്ല. ഈ ഗ്രീൻ പീസ് മറ്റേ വെന്തില്ലെങ്കിൽ പറയും ഇതന്നെ ഇങ്ങനെ വെറുന്നിരിക്കുന്നത്. ചിലപ്പോൾ വെന്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊന്നും പറയില്ല, കുഴഞ്ഞിരിക്കുമല്ലേ, അതുകൊണ്ടൊന്നും പറയില്ല. പിന്നെ അപ്പത്തിന് എപ്പോഴും നോൺ വെജ് ആണ് ഇഷ്ടം. പിന്നെ നോൺ വെജ് എന്ന് പറയാ ഇത് ചേർക്കണോണ്ടല്ലേ. നമുക്ക് ഗ്രീൻ പീസ് ചേർക്കാം. കുഴഞ്ഞിരിക്കുക. ചേർത്തോ. നന്നായി വെന്തിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉപ്പ് ചേർക്കണം, തേങ്ങാപ്പാൽ ചേർക്കണം. അതെ, ഉപ്പ് ചേർക്കാം കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്താലോ, തേങ്ങാപ്പാലില്ലേ അതിലേക്ക് ഉപ്പ് ചേർത്തേച്ചങ്ങ് ഒഴിച്ചാലോ, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് കുഴയിൽ പോലെ വരൂലേ. അപ്പം എന്തായാലും വേണം, ഇച്ചിരിയോടെ ചേർക്കാം. ഉപ്പ് വേണ്ടി വരും. ഉപ്പ് ഇട്ടിട്ടില്ലേ. 1-ാം പാലല്ലേ? 1-ാം പാല് അല്ലേന്ന് ചോദിച്ചാൽ ഇടയ്ക്കുള്ളത്. അത് തന്നെ. ഇച്ചിരിയോട് ഡൈലൂട്ട് ചെയ്തിട്ടുണ്ട്. തീരെ ഇങ്ങനെ നേർപ്പിച്ചുമില്ല, തീരെ കട്ടിയല്ല. അതെ ഒഴിക്കുമ്പോൾ അത് കാണാം. ഒഴിക്കാൻ കണ്ടോ, ഒഴിക്കാൻ നേരം കാണാം. കണ്ടോ തിക്നെസ്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. പുതിനയിലയൊക്കെ ചേർക്കണം ലാസ്റ്റ്. മല്ലിയിലയോ പുതിനയിലയോ എന്നാ കയ്യിലുള്ളതെന്ന് വെച്ചാൽ നല്ല കളറല്ലേ കറിയുടെ. ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഗരം മസാലയ്ക്ക് ഇത് മതി എന്തായാലും. കുറച്ച് കോരി വെച്ചാൽ നാളത്തേക്ക് പുട്ടിന് എന്തിനെങ്കിലും എടുക്കുകയും ചെയ്യാം അല്ലേ. സ്പൂൺ നോക്കട്ടെ, ഉപ്പ് മതിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഡിന്നറിനുള്ള അമ്മയുടെ ഒരു പ്രിപ്പറേഷൻ ആണ് ഈ കാണുന്നത്. നല്ല യമ്മി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ്. ഇതിന്റെ ഒപ്പം വരുന്നത് അപ്പമാണ് കേട്ടോ. വെള്ളയപ്പം സ്ഥിരം നമ്മുടെ വീഡിയോയിൽ കാണുന്നതാണ്. കാരണം പക്ഷെ നമ്മൾ വെള്ളയപ്പം സ്ഥിരം ഇവിടെ കഴിക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. വെള്ളയപ്പം, കള്ളപ്പം, വട്ടയപ്പം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആരോ പറഞ്ഞു, നമ്മുടെ സബ്സ്ക്രൈബർ ആരോ പറഞ്ഞു, വട്ടയപ്പത്തില് നമ്മള് ബീഫ് കറിയൊക്കെ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു തവണ ഞാനങ്ങനെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിയാണ്, നല്ല ടേസ്റ്റാണ്. ഇനി ഒരു ദിവസം അത് നമുക്ക് ട്രൈ ചെയ്ത് കാണിക്കാം. വട്ടയപ്പം ഇനി ബീഫ് മേടിക്കുന്ന ദിവസം വട്ടയപ്പം ചെയ്യാം കേട്ടോ. എന്നാ പിന്നെ അത് കാണിക്കാം. അങ്ങനെ ചെയ്യാം. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ ഈ കറി ഒന്ന് നോൺ വെജ് ആക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് നമ്മുടെ റെസിപ്പിയിലുണ്ട്. അത് കാണിക്കാം. നമുക്ക് ഓഫ് ചെയ്തിടുവാണേ. ഓഫ് ചെയ്ത്
എന്നാന്ന് വെച്ചാൽ ഈ എഗ്ഗൊക്കെ ചേർക്കുമ്പോൾ ഇനി ഇരുന്ന് കുറുകും. ഇനി നമ്മൾ എടുക്കുമ്പോ മാത്രമേ എടുക്കുള്ളൂ അല്ലേ? കഴിക്കാറാവുമ്പോ നല്ല മണം തന്നെ ഉണ്ട്. മുട്ടയൊക്കെ തൊണ്ട് കളഞ്ഞ് വെരി 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 യമ്മി സ്മെൽ. നല്ല സ്വാദിഷ്ടമായ മണം ഒരു സ്പൂണിൽ പരന്നൊഴുകുന്നു. അയ്യോ ചൂടുണ്ട്. സ്വല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട. ഇപ്പൊ ഭയങ്കര ചൂടാ. ഞാൻ ഇച്ചിരി കഴിയുമ്പോ എടുത്തോളാം. നോൺ വെജ് ആക്കി കഴിയുമ്പോ ഞാൻ എടുത്തോളാം. അതങ്ങനെയാണ്. പുഴുങ്ങി തൊണ്ട് കളഞ്ഞു. ചുമ്മാ ഒന്ന് വരയുക ഇതിലേക്ക്. അധികം വരയിൽ കയറി പോരുത്. കത്ത് കയറി പോയി കഴിഞ്ഞാൽ ഉണ്ണി മുറിയും. ഉണ്ണി മുറിഞ്ഞാൽ ശരിയാവില്ല, വിവരം അറിയും. അതെ, മുട്ടയുടെ ഉള്ളിലേക്ക് കേറാനാണ് അപ്പൊ എപ്പോഴും പറയണ പോലെ. മുട്ടയുടെ ഉള്ളിലേക്ക് കേറണില്ല എന്ന് പറയും. ഇത് കേറാനുള്ള പരിപാടി നോക്കുവാണല്ലേ. ഇനി കേറുണ്ടോന്ന് നമുക്ക് ചോദിക്കാം. പിന്നെ അതിന്റെ അകത്തേക്ക് അങ്ങ് ഇട്ട് വെച്ചേക്കാം. അപ്പൊ പിന്നെ ഇനി നമ്മള് ഇങ്ങനെ വരഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇരുണ്ട് വര വീതാട്ടോ അതിൽ ഇതിലേക്ക് കൊടുക്കണേ. നമുക്ക് തവയിൽ സ്വല്പം വെളിച്ചെണ്ണ ഞാൻ തവയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് തവ ചൂടാവാനേ. ഇത് വരഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ തവയിലേക്ക് ഈ മുട്ട അങ്ങ് വെക്കുക. വെച്ചിട്ട് ഒരു സ്വല്പം മുളക് പൊടി വേണമെങ്കിൽ ഇത് നെയ്യിൽ ചെയ്യാല്ലേ. നെയ്യിലത് ഓർത്തില്ല, വെളിച്ചെണ്ണ ഒഴിച്ചു പോയി. പിന്നെ കട്ടയായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുക നെയ്യ്. പിന്നെ എല്ലാ ഈ നെയ്യിൽ അങ്ങനെ ഐറ്റം നമ്മൾ ശരീരത്തിൽ വേണ്ടല്ലോ. ഈ നെയ്യ് ആവശ്യമുള്ളതിന് ചേർക്കാതെ നിവൃത്തിയില്ലല്ലോ. അപ്പം നമുക്ക് അതേ 2 ഉരുണ്ട് നടക്കുവാണ്. അപ്പോൾ കഴിഞ്ഞ് ഒരു സ്വല്പം മുളക് പൊടി അതിലേക്ക് മറ്റേ പിടിക്കുകയൊന്നുമില്ല. എങ്കിലും കറിയിൽ നന്നായിട്ട് എരിവും മസാലയൊക്കെ ഉണ്ടല്ലോ. സ്വല്പം പിരിയമുളക് പൊടി ഇട്ടാൽ മതി എന്നാ. അപ്പൊ പിന്നെ അധികം എരിവ് വരില്ല. കറിക്ക് അധികം എരിവില്ല. ബിരിയാണി ഇടാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടെ വേണം, എന്നാലും ശരിയാവുള്ളൂ. മഴയായി അല്ലേ? കാത്തിരുന്ന് നമ്മൾ കറി അടുപ്പത്ത് വെച്ചപ്പോലെ മഴക്കാറ് ഉരുണ്ട് കൂടണം. അനക്കട്ടെ. അനക്കിക്കോ അതിനൊന്നും ഒരു കുറവില്ല. ഭയങ്കര അനക്കമായി പോയത്. കൂടിപ്പോയി അനക്കല. എനിക്കിത്രയും പറ്റില്ല കേട്ടോ. അമ്മയ്ക്ക് നല്ല സൂപ്പറായിട്ട് സൂപ്പർ ഫാസ്റ്റാ. നമ്മുടെ മമ്മി ഓരോ കാര്യത്തില് PhD നേടിയിട്ടുണ്ട്. ഞാൻ അതിന്റെ അസിസ്റ്റന്റ് PhD ആണ്. സൂപ്പർ ഫാസ്റ്റ് എന്ന് വിളിക്കാൻ തന്നെ കാര്യങ്ങൾ പറയാനേ. ഇനി നമുക്കില്ലേ ഒരു കാര്യം ചെയ്യാം. ഇത്രയും ഇത് ചെയ്താൽ മതി. ഇത് വരണ്ട പോരെ. ഒത്തിരി ആയാൽ പിന്നെ ഡ്രൈ ആയാൽ കൊള്ളൂല. ഇനി ഇത് നല്ല പാകം കൊഴുപ്പിനായിരിക്കണം കറി. അപ്പം കറിയുടെ അകത്തേക്ക് അങ്ങ് ചേർത്ത് വെക്കാം. അപ്പം എന്നാ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് ചേർത്ത് വെക്കുമ്പോൾ വരഞ്ഞേക്കണത് കൊണ്ട് കുറച്ച് അതിലേക്ക് കയറിക്കോളും. ഇവിടെ കറി വെക്കാം. കണ്ടോട്ടോ എന്നിട്ടാ ക്ഷീണം. അതാണ് പരിപാടി. നമ്മൾ കഴിക്കണ 8:30 ആവൂലേ? അന്നേരത്തേക്കും അത്യാവശ്യം കയറിക്കോളും. ഇനി അതും എടുത്തോ. വരഞ്ഞേക്കണോണ്ട് കുറച്ച് കയറുമായിരിക്കും. നമ്മൾ ഇച്ചിരി ഇതിനകത്ത് മൂപ്പിച്ചല്ലോ. അപ്പൊ അതിന്റെ ആ മസാല ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് നല്ലോണം ചേർന്ന് വന്നോളും. ഇതാണ് ഗ്രീൻ പീസ് എഗ്ഗ് കറി. അപ്പൊ ഒരു കാര്യം ഒന്ന് ചെയ്തേ. ഇപ്പൊ ഈ കറിക്ക് ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഒരു 20-21 വയസ്സില ആണ് ഈ കറി കഴിച്ചേക്കണത്. അല്ല, ഈ രീതി കഴിച്ചിട്ടില്ല. നമ്മുടെ ഷോപ്പിൽ ഞാൻ പറഞ്ഞില്ലേ, ഹോസ്റ്റലിൽ നിൽക്കുമ്പോ സൺഡേ നല്ല കറിയല്ലേ. ഞാൻ ആ മസാലയൊക്കെ തവയിലിരുന്ന് അങ്ങ് ഒഴിച്ചാട്ടോ. ഞാൻ അതിന് ശേഷം ഇന്നേ വരെ എഗ്ഗ് ഗ്രീൻ പീസ് കഴിച്ചിട്ടില്ല. ഗ്രീൻ പീസ് ഇഷ്ടം പോലെ കഴിക്കാറുണ്ട്. അപ്പൊ അന്ന് പോലെ ഞാൻ ഓർക്കാറുണ്ട്. പിന്നെ നീയല്ലേ പറഞ്ഞ എന്നാ ഇന്ന് ഇത് ഉണ്ടാക്കാന്ന്. അപ്പത്തിന് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഷോപ്പൊക്കെ അടച്ചു പോയി, ചിക്കൻ കിട്ടിയില്ല. അപ്പൊ പിന്നെ എന്നാ ചിക്കൻ സ്റ്റൂവിന് വരും. ഇനി ഒരു ദിവസം നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ചിക്കൻ സ്റ്റൂ ചെയ്യാം. ഇതിപ്പോ ഇതൊരു വെറൈറ്റി കറിയല്ലേ. ഇങ്ങനെ ഇരിക്കട്ടെ, കഴിക്കാറാകുമ്പോഴത്തേക്കും കുറച്ചൊക്കെ പിടിച്ചോളും. ഞാൻ ഇടയ്ക്കൊരു കാര്യം ചെയ്യും. ഈ മുട്ട കുറച്ച് നേരം കഴിയുമ്പോൾ തിരിച്ചൊന്നിടും. അപ്പൊ ഈ അടിയിലിരിക്കുന്നത് മുകളിലും വരും, മുകളിലെ അടിയിലും വരും. അപ്പൊ അങ്ങോട്ട് അതിലേക്കും കുറച്ച് കയറിക്കോളും. അപ്പൊ കഴിക്കാറാകുമ്പോ ഇപ്പൊ മണി 7 മണി ആയില്ലല്ലോ. നേരത്തെ ഇരുട്ടണോണ്ടാ. ഈ സമയത്ത് സാധാരണ നമ്മള് കൃഷിത്തോട്ടത്തിലായിരിക്കും. എന്തൊരു ഇരുട്ടായി. മിയാവാക്കിയിട്ട് മറ്റേ ഇറങ്ങാൻ സമയം 6:30 ആയുള്ളൂ. ഇരുട്ട് കണ്ട
ഇനി മിയാവാക്കിയിട്ട് ഇറങ്ങിയാലേ അല്ല മറ്റവന്മാരും അതിലുണ്ടെങ്കിൽ കയറി കടിക്കും. മറ്റവനെ അത് അതെ പേള് കേള് തേള് പാമ്പ് കീമ്പ ചേമ്പ കഴിച്ചു നോക്കി. നമ്മൾ പിന്നെ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നോണ്ടിരിക്കുക. ഇഷ്ടം പറഞ്ഞോണ്ട ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് ഇഷ്ടമായി. സെർവ് ചെയ്യുമ്പോൾ എടുക്കാം. ഒരു സ്വല്പം പുതിനയില തൽക്കാലം അങ്ങ് ഇട്ടേക്കാം. കീറി എന്തിനാന്നോ അതിലേക്ക് ഇറങ്ങിക്കോട്ടെ. കുറച്ച് കറി അധികം ഉണ്ട്. നാളെ പുട്ടിനെല്ലാം എടുക്കാം വൈകുന്നേരം. എഗ്ഗ് ഇന്ന് എടുക്കാം. ഓ പുതിന കീറിയപ്പോഴേ സ്മെല്ലായി. അതെ അവിടെ ഇരിക്കട്ടെ അല്ലേ. ഇച്ചിരി റെസ്റ്റ് ചെയ്തിട്ട് കുളിക്കാം. നമ്മുടെ മുട്ടയൊക്കെ ഇട്ട് നല്ല റെഡ് നല്ല സൂപ്പറായിട്ട് റെഡ് എന്താ പറയാ എപ്പോഴും സൂപ്പറായിട്ടുള്ള കറി റെഡിയാണ്. കറി പാലപ്പത്തിന്റെ കൂടിയാണ് കഴിക്കണേ കേട്ടോ. എഗ്ഗ് പാലപ്പം അല്ലടി, വെള്ളയപ്പം. എപ്പോഴും മറന്നു പോകും നമ്മളില്ലേ. എന്നാന്ന് വെച്ചാൽ വെള്ളയപ്പം ഒന്നും വായിൽ വരൂല എപ്പോഴും. പാലപ്പം കൂടുതൽ ഉണ്ടാക്കണോണ്ടത്. ആ കറി അങ്ങ് കുറുകി സ്വല്പം ചാറുണ്ടായിരുന്നല്ലേ, അത് ആ തേങ്ങാപ്പാലൊക്കെ അങ്ങ് കുറുകി